എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രേക്ഷകർ കാത്തിരിക്കുന്ന 5 സിനിമകളുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം പരിഗണിക്കുക. ആദ്യത്തെ സിനിമ ടോവിനോ തോമസ് നായകനായെത്തി ഈ വർഷം ജനുവരി മാസം ആദ്യവാരം തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ മലയാളത്തിലെ ഏറ്റവും പുതിയ സിനിമയാണല്ലോ ഐഡന്റിറ്റി. തിയേറ്ററിൽ നിന്നും ആദ്യ ദിനം മികച്ച അഭിപ്രായങ്ങൾ നേടിയ സിനിമ നിലവിൽ 5 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന സിനിമയുടെ ആകെ 5 ദിവസങ്ങൾ കൊണ്ട് ചിത്രത്തിന്റെ കേരള ഗ്രോസ് കളക്ഷൻ 6 കോടി 4 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രത്തിന്റെ 5 ദിവസത്തെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 12 കോടിയിലേക്കും എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ ഉണ്ണിമുകുന്ദൻ നായകനെത്തിയ ഏറ്റവും പുതിയ മലയാളത്തിലെ വയലൻസ് നിറഞ്ഞ സിനിമ കൂടിയാണല്ലോ മാർക്കോ. നിലവിൽ 18 ദിവസങ്ങൾ കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും പിന്നിടുന്ന മാർക്കോ എന്ന സിനിമയുടെ ആദ്യമേ തന്നെ ചിത്രത്തിന്റെ ആദ്യ 17 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ 17 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 39 കോടി 70 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും 20 കോടി 75 ലക്ഷം രൂപയും ഓവർസീസ് കളക്ഷനായിട്ട് 31 കോടി 20 ലക്ഷം രൂപയും അങ്ങനെ ആദ്യ 17 ദിവസം കൊണ്ട് ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 91 കോടി 60 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇനി ചിത്രത്തിന്റെ 18ാം ദിവസമായി ഇന്നലത്തെ ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 18ാം ദിവസമായ ഇന്നലെ ചിത്രം 1 കോടി 75 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ആദ്യ 18 ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 93 കോടി 50 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ചിത്രം ഈ വീക്കെൻഡോട് കൂടി തന്നെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടിയിലേക്ക് എത്തപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അടുത്ത സിനിമ ക്രിസ്മസ് പ്രമാണിച്ച് തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ റൈഫിൾ ക്ലബ് എന്ന സിനിമയുടെ 19 ദിവസത്തെ ഒഫീഷ്യലായിട്ടുള്ള ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. ആദ്യമേ തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ കേരള ബോക്സ് ഓഫീസിൽ ആദ്യ 19 ദിവസം കൊണ്ട് ചിത്രം 16 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മാത്രം 1 കോടി 21 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയ സിനിമ ഓവർസീസിൽ 9 കോടി 6 ലക്ഷം രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ആദ്യ 19 ദിവസം കൊണ്ട് ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 26 കോടി 81 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിലും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിലും വിജയം കണ്ട സിനിമ കൂടിയാണ്. അടുത്ത സിനിമ ഡിസംബർ മാസം 25-ാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസെത്തിയ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ കൂടിയാണല്ലോ ബറോസ്. മലയാളത്തിലെ ഏറ്റവും പുതിയ 3D പാൻ ഇന്ത്യൻ ബിഗ് ബഡ്ജറ്റ് മൂവിയായ ബറോസ് എന്ന സിനിമയുടെ അതുപ്രകാരം ചിത്രം 13 ദിവസം കൊണ്ട് ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 10 കോടി 80 ലക്ഷത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അടുത്ത സിനിമ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് റിലീസെത്തി മികച്ച അഭിപ്രായങ്ങൾ നേടി തമിഴിലെ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ മഹാരാജ. ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ചൈനയിൽ റിലീസെത്തിയ സിനിമ ഇപ്പോൾ ചിത്രത്തിന്റെ ചൈന അടക്കമുള്ള ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ പുറത്തുവന്നിരിക്കുകയാണ്. അതുപ്രകാരം ചൈന ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം ചിത്രം 91 കോടി രൂപയാണ് ഗ്രോസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. അങ്ങനെ ചിത്രത്തിന്റെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷൻ 201 കോടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ വിജയ് സേതുപതി നായകനായെത്തി ആദ്യ 200 കോടി ക്ലബിൽ കയറുന്ന സിനിമ കൂടിയായി ഇതിനോടകം തന്നെ മഹാരാജ മാറിയിരിക്കുകയാണ്. കാത്തിരിക്കൂ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾ അറിയാനായി. അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ്. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.